ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മോണിറ്ററിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഡെല്ലിന്റെ അൾട്രാ ഷാർപ്പ് 24-ഇഞ്ച് മോണിറ്റർ. അപ്പോൾ ഇതാണ് ഡെല്ലിന്റെ അൾട്രാ ഷാർപ്പ് ഫുൾ HD 24-ഇഞ്ച് മോണിറ്റർ. നമുക്ക് ഇതാണ് ബോക്സ് ഇതിന്റെ വരുന്നത്. ഒരു കളർഫുൾ ബോക്സ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് U2424H എന്നാണ്. മാനുഫാക്ചർഡ് ഓൺ Jan 2024. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ അകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ബുക്ക്ലെറ്റുകളുണ്ട്, രണ്ട് കേബിൾ വരുന്നുണ്ട്, ഒരു ടൈപ്പ് സിയും USB ഡിസ്പ്ലേ പോർട്ട് കേബിളും വന്നിട്ടുണ്ട്, ബുക്ക്ലെറ്റ് ഉണ്ട്, പിന്നെ ഇതിന്റെ മൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു മാനുവൽ ഉണ്ട്. ഈ ഭാഗത്തായിട്ട് ഇതിന്റെ പവർ കോഡ് വന്നിട്ടുണ്ട്. ഇതിന്റെ ബേസ് യൂണിറ്റ് ഇതാണ്. നല്ല സ്ട്രോങ് ബേസ് യൂണിറ്റ് ആണ്. ഈ വന്നിരിക്കുന്നത് ഇതിന്റെ പോളാണ്, മോണിറ്റർ ഫിക്സ് ചെയ്യേണ്ട പോള്. ഇതാണ് മോണിറ്റർ. ഞാനിത് അസംബിൾ ചെയ്യാം ആദ്യം. അപ്പോൾ അസംബിൾ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഈ പോൾ എടുത്ത് ഇതിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്യുന്നു. ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യണം. ഇതിങ്ങനെ ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് മോണിറ്റർ എടുത്തിട്ട് അത് ഈ പോളിൽ ഹാങ് ചെയ്യണം. ഇതാണ് മോണിറ്റർ. ഈ മോണിറ്റർ റിമൂവ് ചെയ്യാനായിട്ട് ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ പോർട്ടുകൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പോർട്ട് വരുന്നത് പവർ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. സെക്കൻഡ് വരുന്നത് HDMI ഇൻ ഉണ്ട്, DP ഇൻ ഉണ്ട്, ഒരു DP ഔട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു മോണിറ്റർ കണക്ട് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഒരു USB Type C പോർട്ട് ഉണ്ട്, പിന്നെ ഒരു USB Type A പോർട്ട് ഉണ്ട്, പിന്നെ ഹെഡ്സെറ്റ് ഔട്ട് ഉണ്ട്, പിന്നെ വീണ്ടും ഒരു USB Type A പോർട്ട് ഉണ്ട്. ഇനി നമുക്കിത് ഫിക്സ് ചെയ്തിട്ട് പവർ ഓൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഈ മോണിറ്ററിന്റെ ബാക്കിലായിട്ട് രണ്ട് സ്വിച്ചുകളുണ്ട്. ഒന്ന് പവർ ബട്ടൺ, മറ്റൊന്ന് മെനു നാവിഗേഷൻ സ്വിച്ച്. നമുക്ക് സൈഡിലോട്ടെല്ലാം മൂവ് ചെയ്തിട്ട് മെനു സെലക്ട് ചെയ്യും. ഈ പോളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്കിത് ഇങ്ങനെ താത്താനും പൊക്കാനും ഒക്കെ പറ്റും. ഇനി നമുക്കിത് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ബട്ടൺ പ്രസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ആ നാവിഗേഷൻ ബട്ടൺ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോളോയിങ് ഫംഗ്ഷൻ USB ചാർജിങ് വേണോ വേണ്ടതെന്നൊക്കെ ഉള്ളതാണ്. വേണമെങ്കിൽ കൊടുത്തേക്കാം. ഓട്ടോ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ഇൻപുട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. നല്ലൊരു വീഡിയോ ആണ്, ഫുൾ IPS ഷാർപ്പ് വീഡിയോ ആണ്. ഈ മോണിറ്ററിന്റെ ഡയഗണൽ സൈസ് എന്ന് പറയുന്നത് 23.8 ആണ്. മോഡൽ നമ്പർ 24 ഇഞ്ച് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ആക്ച്വൽ സൈസ് വരുന്നത് 23.8 ഇഞ്ച് ആണ്. പാനൽ ടെക്നോളജി IPS ആണ്. HD റെസൊല്യൂഷനിൽ 128 റീഫ്രഷ് റേറ്റ് ആണ് ഈ മോണിറ്ററിൻ്റെത്. ഈ മോണിറ്റർ നമുക്ക് ഹൈറ്റ് ടിൽറ്റ് ചെയ്യാവുന്നതാണ്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ മോണിറ്ററിന്റെ ഡിസ്പ്ലേ സ്ക്രീൻ കോട്ടിംഗ് എന്ന് പറയുന്നത് ആന്റി ഗ്ലെയർ 3H ഹാർഡ്നസ് ആണ്. ചെറിയ ഒരുവിധം തട്ടൊക്കെ ഒന്ന് റെസിസ്റ്റ് ചെയ്തോളൂ. 92.53 ആണ് ഇതിന്റെ പിക്സൽ പെർ ഇഞ്ച്. ഈ മോണിറ്ററിന്റെ ബാക്ക് ലൈറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് LED എഡ്ജ് ലൈറ്റ് സിസ്റ്റം ആണ്. ഈ മോണിറ്ററിന്റെ നോർമൽ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 8 മില്ലി സെക്കൻഡും ഫാസ്റ്റർ എന്ന് പറയുന്നത് 5 മില്ലി സെക്കൻഡും ആണ്. ഈ മോണിറ്ററിന് ആംബിയന്റ് ലൈറ്റ് സെൻസർ ഉണ്ട്. അതായത് നമ്മുടെ ലൈറ്റിനനുസരിച്ചും ടെമ്പറേച്ചറിനനുസരിച്ചും മോണിറ്ററിന്റെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ആവും. ഈ മോണിറ്ററിൽ സ്പീക്കർ സിസ്റ്റം വരുന്നില്ല. അതിന് പകരം ഒരു ഹെഡ്സെറ്റ് ഔട്ട്പുട്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് ഡയറക്റ്റ് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ചെവിയിലൂടെ കേൾക്കാം. ഈ മോണിറ്റർ നമുക്ക് വേണമെങ്കിൽ വാളിൽ മൗണ്ട് ചെയ്യാം. അതിനുവേണ്ടി 100 മില്ലിമീറ്റർ × 100 മില്ലിമീറ്ററിന്റെ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 13 വാട്ട്സ് മുതൽ 72 വാട്ട്സ് വരെയാണ്. ഈ മോണിറ്ററിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1200 ദർഹമാണ് ഇവിടെ വില. നാട്ടിൽ ഏകദേശം 27,000 രൂപ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മോണിറ്ററെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്